Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Start ചെയ്യാട്ടോ. Good morning, ma'am. Yes, ma'am. Prayer ഞാൻ പറയാം, ma'am. Good morning, ma'am, and good morning, everyone. Prayer. Thank you for giving us this new day. Bless our teacher and all our friends. Help us to listen carefully, learn well, and grow in knowledge and kindness. Guide us in all our activities today. Thank you for your love and care. Amen. Sign in. Good morning, everyone. Today, our class will be handled by Ashudima. We warmly welcome you, ma'am. We are happy and excited to learn from you. Thank you. Good morning, ma'am, and everyone. Thought of the day. Train your mind to see the good in every situation. Thank you. Okay. Then how are you all? സുഖാണോ? Fine, ma'am. Good, ma'am. Good, ma'am. ഇവിടെ ഒരു ഉഷാറിലെ ചേച്ചി. എന്ത് പറയാനല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലാലോ? No, ma'am. കഴിച്ചു. കഴിച്ചില്ല. ഓക്കെ, കുറച്ച് കഴിച്ചു, കുറച്ച് കഴിച്ചല്ലോ. നോമ്പാണ്. സോറി. ഓക്കെ. അപ്പോ പിന്നെന്താണ് ഇനി സബ്ജക്ട് വൈസ് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഉണ്ടോ? മാം ഇന്ന് അപർണ മാം ലീവ് ആയിരുന്നു. അല്ല ഞാൻ വന്നതിനൊക്കെ എന്താ കുഴപ്പം? അവർക്കറിയാം. നോ മാം, മാം പറഞ്ഞിട്ടില്ലേ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും വരണം, ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ. അപ്പോ എല്ലാരും വിചാരിക്കില്ലേ ഫ്രൈഡേ ആണെന്ന്. ആണോ? ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നോ? ആ മാം പറഞ്ഞായിരുന്നു ഇനിയുള്ള ക്ലാസ്സിലൊക്കെ എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ. അതെ, എന്നാലും ഇന്നും കുഴപ്പമില്ലല്ലോ. ഇത് ഞാൻ കേറിയതേ ഉള്ളൂ, കേറാൻ പാടില്ലായിരുന്നോ? പക്ഷെ കുറച്ച് നോട്ട്സ് ഒക്കെ തരാമെന്ന് വിചാരിച്ച് വന്നാ. കൊള്ളാം മാം, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഫ്രൈഡേ അല്ലേ മാം വരുന്നത്, അപ്പൊ എല്ലാരും ഫ്രൈഡേ കേറാലോ എന്ന് വിചാരിക്കൂലേ, അതുകൊണ്ട് പറഞ്ഞു ഇതാ. അത് ശരിയാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ വന്ന. എന്താ പറയാ, ലീവ് ആണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഇൻഫോം ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ വിട്ടുപോയി. ഇന്നലെ ഈവനിങ് ആണ് കേറാമെന്ന് പ്ലാൻ ചെയ്തു. എനിക്ക് മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യും. നാളെയും മാം വരുമോ? നാളെ ഞാൻ തന്നെയാ. അപ്പൊ പിന്നെ പ്രശ്നമില്ല മാം. അപ്പൊ ഇനി ഒന്നുമില്ല, നോക്കുന്നില്ലല്ലോ? ഓക്കെ അല്ലേ? ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആണല്ലോ അല്ലേ? എക്സാമിന്റെ അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴായിരിക്കും പുതിയ പുതിയ ഡൗട്ട്സ് ഒക്കെ വരുന്നത്. നല്ലൊരു കാര്യം. ഓക്കെ, അപ്പോ നമുക്ക് ഇനി സബ്ജക്ട് കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് കുറച്ച് ഡെയിലി സെന്റൻസ്, കുറച്ച് നോട്ട്സ് ഞാൻ പറയാം. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, മേ ബി ചിലപ്പോ അതുകൊണ്ട് ഫെമിലിയർ ആയ കുറച്ച് സെന്റൻസ് ആയിരിക്കാം. എന്തായാലും നിങ്ങൾ നോട്ടിൽ എഴുതാം. കാരണം എത്രത്തോളം നമുക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് പറഞ്ഞാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ ഇംഗ്ലീഷ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് വേർഡ്സ് തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെന്റൻസ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചെങ്കിലും കുറച്ചെങ്കിലും പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്താണ് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് സംസാരിക്കുമ്പോൾ അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുവേണ്ടി ചെറിയ ചെറിയ കുറച്ച് സെന്റൻസുകൾ നോക്കാം. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്യണോ? പറഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ പറഞ്ഞാ മതി മാം. ടൈപ്പ് ചെയ്യുമ്പോ ഭയങ്കര സ്ലോ ആവും. ഞാൻ പറയാം, ഞാൻ എഴുതി. ചെറുതിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഞാൻ മലയാളം ചോദിക്കട്ടെ, നിങ്ങൾ ഇംഗ്ലീഷ് പറയാൻ പറ്റുമെന്ന് അറിയോ? ഞാൻ നോക്കിയാലോ? നമുക്ക് മലയാളം ചോദിക്കട്ടെ, ഞാൻ ഇങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കൂ. ഓക്കെ, ചോദിക്കാലോ. എന്താ, എന്താണ് കാര്യം? നമ്മള്
ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ വാട്ട് ഈസ് ദ മാറ്റർ എന്നൊന്നും ചോദിക്കരുത്. ഷോർട്ട് ആകാം, മാക്സിമം ഷോർട്ട് ആകാൻ വലിയ ഷോർട്ട് ആകാം. ഓക്കെ, അതും ആ ഒരു മോഡുലേഷൻ, ഫ്ലുവൻസിയിലൊക്കെ ഒന്ന് പ്രൊണൗൺസിയേഷൻ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ കുറച്ചൊരു ഈസി ആയിരിക്കും. കുറച്ചൊരു ഈസി അല്ല, കുറച്ചൊരു കേൾക്കാൻ നല്ല രസമായിരിക്കും. ഓക്കെ, നമുക്ക് വാട്ട് ഈസ് ദ മാറ്റർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട്സ് ദ മാറ്റർ, വാട്ട്സ് ദ മാറ്റർ. ആ മാറ്റർ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഞാനത് കോണ്ടെക്സ്റ്റ് പഠിക്കുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. അതായത് നമുക്ക് ഓരോ ലെറ്റേഴ്സിനും ഓരോ സൗണ്ട്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോ മാറ്റർ, വാട്ട്സ് മാറ്റർ, അവിടെ ആർ നമ്മൾ ഉച്ചരിക്കുന്നുണ്ടോന്ന് വെച്ചാൽ അത് പ്രൊണൗൺസ് ചെയ്യുന്നില്ല, ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഉള്ളിലേക്ക് പോവാണ്, പുറമേലേക്ക് വരുന്നില്ല. മനസ്സിലായോ? അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് കാര്യം? വാട്ട്സ് മാറ്റർ, വാട്ട്സ് ദ മാറ്റർ, വാട്ട്സ് മാറ്റർ, എന്താണ് കാര്യം, വാട്ട്സ് മാറ്റർ. അതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ, ഇതിന് പുറത്തു കൊണ്ട് പറഞ്ഞാണേ. നമ്മൾ ആർട്ടിക്കിൾ പഠിച്ചപ്പോ എ ആൻഡ് ദ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം നമുക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ക്ലാസ് എടുത്താണ്. അല്ലാതെ ദിവസം ചോദിക്കട്ടെ, നമ്മള് കേട്ടിട്ടുണ്ടല്ലോ ദി ആൻഡ് ദ, ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയോ? ചില ആൾക്കാർ ദി പറയും, ചില ആൾക്കാരല്ല, ചില സമയത്ത് ദി പറയും, ചിലപ്പോ ദ പറയും. ദി ആൻഡ് ദ എന്താണ്, എങ്ങനെയാണ് എന്ന് അറിയാമോ? ഈ THEക്ക് ശേഷം എ ഇ ഐയും വവൽ സൗണ്ട് വരുമ്പോ ദി എന്നും കോൺസണൻസ് വരുമ്പോ ദ എന്നും. വവൽസ് ആണെങ്കിൽ ദി ആൻഡ് കോൺസണൻസ് ആണെങ്കിൽ ദ. ദി ആപ്പിൾ, ഓക്കെ, ദി ആപ്പിൾ അങ്ങനെയാണ്. കോൺസണൻസ് ആണെങ്കിൽ കാർ, ദി കാർ പറയാം, ദി കാർ, ദി ബേബി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഏതാണ്? വാട്ട്സ് എ മാറ്റർ, വാട്ട്സ് എ മാറ്റർ. എനിക്കറിയില്ല. I don't know. I don't know. I don't know. അങ്ങനെ പറയാം, I don't know. പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ എന്താണ് ഈ മോഡുലേഷൻ മാറിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ I don't know. Then നമുക്ക് പോകാം. എങ്ങനെ പറയാം? Let's go. Let's go. Let's go. Let's go. എന്നാ പറയാം. Let's go. അത് ലെറ്റ്സ് അപ്പോസ്ട്രോഫി എസ് ആണ് യൂസ് ചെയ്യുക. ലെറ്റ് ആൻഡ് അപ്പോസ്ട്രോഫി എസ് ആണ് പറയാ. പക്ഷെ ഇതിന്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ ലെറ്റ് അസ് ഗോ എന്നാണ്. ലെറ്റ്സ് അസ് ഗോ. പക്ഷെ അതിന് ഷോർട്ട് ആക്കിയിട്ടാണ് ലെറ്റ്സ് ഗോ എന്ന് പറയാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗോ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നൊക്കെ ഫോണിക്സ് എടുക്കുമ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാവേ. അപ്പൊ ലെറ്റ്സ് ഗോ. ദെൻ എനിക്ക് പോകേണ്ടതുണ്ട്. I have to go. Have to go. എനിക്ക് പോകേണ്ടതുണ്ട്. I have to go. Okay, I have to go. Then ശരിയാണ്, അത് ശരിയാണ്. എങ്ങനെയാ പറയാ? അത് ശരിയാണ്. That's right. Yeah, that's right or that's correct എന്ന് പറയാം. That's right or that's correct എന്ന് പറയാം. Then എഴുതിയെടുക്കുന്നുണ്ടോ? അറിയാമെങ്കിൽ വിട്ടേക്കാം. നോട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നോട്ട് ചെയ്യാം. ഓക്കെ, മാം എഴുതുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ, അശ്വതി ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യും കേട്ടോ. Then ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? എന്താ ഞാൻ What can I do for you? What can I do for you? Yeah, what can I do for you? What can I do for you? What can I do for you? Okay, just wait a second. I'll be back.
വിളിച്ച് പറയട്ടെ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോ what can I do for you? ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? അത് മറന്നേക്കോ. എങ്ങനെയാ പറയാ? അത് മറന്നേക്കോ. Let's forget it. Please forget. Forget it. Forget that. Forget it. Simple. Forget it. Then ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. We are going together. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. We went together. Yeah, we went together. We went together. We went together. Okay, together. നിങ്ങൾ ശ്രദ്ധിക്കുന്നൊന്നും അറിയില്ല, പ്രൊണൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അത് അല്ലെ? ചെക്ക് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, അതുപോലെ തന്നെ പറയാൻ ശ്രമിക്കും. പ്രൊണൗൺസിയേഷൻ മാറുമ്പോൾ തന്നെ ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരാണെങ്കിൽ പോലും അത് കേൾക്കുമ്പോ ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് തോന്നും. മനസ്സിലായോ? അങ്ങനെയും നമുക്ക് പറ്റിക്കും. അതുകൊണ്ട് പ്രൊണൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, then we went together. ഞാൻ എന്റെ ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എങ്ങനെയാ പറയാം? ഞാൻ ഫ്രണ്ടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഫ്രണ്ടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I was talking to my friend. Yeah, I was talking to my friend. I was talking to my friend. I was talking to my friend. സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നത്. I was talking to my friend. Then അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. I can't believe. I can't believe it. I can't believe it. Okay, അങ്ങനെയും പറയാം. എങ്ങനെയാ പറയാം? Unbelievable. Unbelievable. Yeah, that's unbelievable എന്ന് പറയും. That's unbelievable. Okay. Then next, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. I was wondered. I was wondered. Yeah, I was wondered. Yeah, wondered. Then ഒരു ചെറിയൊരു I am feeling. no കിട്ടില്ല. I am feeling sleepy. മനസ്സിലായില്ല. ഞാൻ അത്ഭുതപ്പെടുന്നു എന്നല്ലേ പറഞ്ഞേ? അത്ഭുതപ്പെട്ടുപോയി. കഴിഞ്ഞു. ഫസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അൺബിലീവബിൾ വണ്ടേർഡ് പറയാം. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം കേട്ടോ. I was flabbergasted. ഇങ്ങനെയും നമുക്ക് പറയാൻ പറ്റും കേട്ടോ. I was flabbergasted. നീ ആരോടൊക്കെ ചെല്ലുമ്പോ ഇങ്ങനെയൊക്കെ ചുമ്മാ അടിച്ചു വിടൂ. മനസ്സിലാവില്ലെങ്കിൽ പോലും I was flabbergasted. കളിയൊക്കെ ചെയ്യും കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ പോലെ ഇതൊക്കെ ചോദിക്കും. മൈൻഡ് ചെയ്യണ്ട അല്ലെ? ഇംഗ്ലീഷ് നമ്മൾ പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തൊലിക്കെട്ടി വേണം എന്ന് പറയാം. നമുക്ക് നല്ലൊരു ധൈര്യം വേണം. കാരണം പൊട്ടത്തെറ്റാണെങ്കിൽ വിളിച്ച് പറയണമല്ലോ. പൊട്ടത്തെറ്റാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനാണെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് പ്രൊണൗൺസിയേഷനിൽ പറയുമ്പോൾ അവർ കളിയാക്കും. പക്ഷെ അങ്ങനെ പറയാനൊരു ധൈര്യം നമുക്ക് വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് അവര് കളിയാക്കോ അല്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കുക എന്നൊക്കെ ഒന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾക്ക് പഠിക്കണം.
ഓക്കെ, നമുക്ക് ഒരു ജോലി വേണം, നമ്മൾ നന്നായിട്ട് പഠിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ നമുക്ക് എത്തണം. സോ അതിനു വേണ്ടി നമ്മൾ മാക്സിമം നമ്മുടേതായ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, മറ്റുള്ളവരല്ല നമുക്കൊന്നും തന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരല്ല നമ്മൾ വേറൊരു പൊസിഷനിലേക്ക് എത്തിക്കുക. ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല, കളിയാക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നോ വൺ. ഭയങ്കര സപ്പോർട്ടാണല്ലോ. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലേ? എല്ലാവരും എങ്ങനെയാട്ടോ, ഞാനും നിങ്ങളെ പോലൊക്കെ തന്നെയാണ്. സോ എല്ലാവരും ഒക്കെ തന്നെയാണ്. ഒരു 30 ഒക്കെ ആകുമ്പോഴാണ് കുറച്ചെങ്കിലും ബോധവും വെളിവൊക്കെ വെക്കുക നമുക്ക്, അല്ലേ? അല്ലേ? ഇതാണ് കുറച്ച് ലേറ്റ് ആയി പോയി, എന്ത് ചെയ്യാനാ? വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഞാൻ അതിലും കുറച്ച് ലേറ്റ് ആയി പോയി മാം. ലേറ്റ് ആയോ? ഞാനൊക്കെ 30 എനിക്ക് ബോധം വെച്ചു. ഇപ്പോൾ അയ്യോ, അത് ഞാൻ പഠിച്ചു വെച്ചിരുന്നാണ് സ്നേഹ. അല്ല, പല ഇന്റർവ്യൂസിലെല്ലാം കേട്ടിട്ടുണ്ട് അത് സൂപ്പർകാലിഫ്രാജിലിസ്റ്റിക് എക്സ്പിയാലിഡോസിസ് എന്ന് പറയുന്ന ആ ഒരു ടേം. ഇങ്ങനെ ഈ ടേം തന്നെ, ഈ സൂപ്പർഫാജിലൊക്കെ എക്സ്പിയാലിഡോസിസ് പറയുന്ന ടേമിൻ്റെത് ഓരോ ഇന്റർവ്യൂസിലെല്ലാം ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. വണ്ടർഫുൾ എന്നുള്ള മീനിങ് വരുന്നത്. അപ്പൊ മാം ഇപ്പൊ അത് ടൈപ്പ് ചെയ്തിട്ടാണ് എനിക്കത് കത്ത് ചെയ്തത്. അതാ ഞാൻ അത് ടൈപ്പ് ചെയ്തിട്ട്. അതെ, ടൈപ്പ് ചെയ്യണം, സമ്മതിക്കണം. പക്ഷെ ഞാൻ പഠിച്ചു വെച്ചിരുന്ന അതാ ഞാൻ പറഞ്ഞത് മാം, അത് ഫ്ലാബ് അത് അയച്ചാൽ ഞാനിങ്ങനെ വെക്കുന്നത്. വേറൊരു വേർഡും കൂടി ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് അയച്ചത്. നല്ല ആട്ടോ. ഞാൻ കണ്ടതാണ്, നോട്ട് ചെയ്ത് വെച്ചു. പക്ഷെ നമുക്കത് പറയുമ്പോ വെള്ളി വീണ പിന്നെ നിങ്ങൾ തന്നെ കളിയാക്കും. എന്ത് കാര്യം അല്ലേ? പക്ഷെ പറഞ്ഞു നോക്കട്ടോ, നൈസാണ്, പഠിച്ചു വെച്ചിരുന്ന അത്. ഇങ്ങനെ പഠിച്ചു. ഓക്കെ, അതും ജസ്റ്റ് ഇതുപോലെ തന്നെയാണ്. വണ്ടർഫുൾ, അമേസിങ്, ആ കൈൻഡ് ഓഫ് ഒരു വേർഡാണ്. ഓക്കെ, അപ്പൊ ഐ വാസ് ഫ്ലാബർകാസ്റ്റഡ് ഓൾറെഡി. ദെൻ പോകുന്ന വഴിക്ക് എനിക്കൊരു ഫ്രണ്ടിനെ കാണേണ്ടതുണ്ട്. പോകുന്ന വഴിക്ക് എനിക്കൊരു ഫ്രണ്ടിനെ കാണേണ്ടതുണ്ട് എന്നെങ്ങനെയാ പറയാം? പോകുന്ന വഴിക്ക് എനിക്കൊരു ഫ്രണ്ടിനെ കാണേണ്ടതുണ്ട്. On the way, I need to meet a friend. On the way, I need to meet a friend. ഓൺ ദ വേ നമുക്ക് ലാസ്റ്റ് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരാം. I have to meet a friend on the way. Yeah, I have to meet a friend on the way. I have to meet a friend on the way. I have to meet a friend on the way. നമ്മൾ എ എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു ആർട്ടിക്കിൾ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും എ എന്ന് പറയരുതോ. അതെന്ന് പറയാം. I have to meet a friend, a friend, a friend. കണ്ടോ, ആ എ അങ്ങനെ കയറി പോകും, അങ്ങനെ പഠിക്കുക. I have ഒന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അത്രയും നമ്മള് സ്പെസിഫൈ ചെയ്തൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. I have to meet a friend on the way. I have to meet a friend on the way. അങ്ങനെ പറഞ്ഞു പോവാ. അത് നമ്മൾ പറഞ്ഞാണ് ഫ്ലുവന്റ് ആകുക. അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിലൊന്ന് ചേഞ്ചസ് വരുന്നൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും കേട്ടോ. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന മാറ്റങ്ങളൊന്നും നമുക്ക് വരില്ല. പറഞ്ഞു പഠിക്കുക. അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും ഡെയിലി ഞാൻ തരുന്ന കുറച്ച് സെന്റൻസുകൾ ഉണ്ടല്ലോ, ഡെയിലി വായിക്കാം. ഡെയിലി ഒരു അരമണിക്കൂർ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വായിക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിൻ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും. നിങ്ങൾ ഓർക്കേണ്ട ആവശ്യമേ ഉണ്ടാകില്ല. നമ്മൾ എന്താ നാവിൻ തുമ്പത്ത് എന്നൊക്കെ പറയില്ലേ, സോ അങ്ങനെ വരും, നമുക്ക് പറയാൻ പറ്റും. അതാണ് പ്രാക്ടീസ്. ഓക്കെ, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ I have to meet a friend on the way. Then മുതിർന്നവരെ ബഹുമാനിക്കുക എന്നെങ്ങനെ പറയാ? Respect elders. Respect elders. അല്ലേ? Respect your elders. Respect your elders. അവിടെ യുവർ എന്തുകൊണ്ട് വന്നതൊന്നും ചോദിക്കണ്ട. പക്ക ഒരു സെന്റൻസിന് പക്ക മലയാളം നമ്മൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ റെസ്പെക്ട് യുവർ എൽഡേഴ്സ്. ദെൻ ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു. അല്ലെങ്കിൽ ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയും സെയിം തന്നെയാണ്, പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു എങ്ങനെയാ പറയാം? ഇന്നലെ ഞാൻ അവിടെ പോയി അല്ലെങ്കിൽ ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു എങ്ങനെയാ പറയാ? I was gone yesterday. I went there yesterday. Yeah, I went there yesterday.
ഓക്കെ. പിന്നെന്താ, ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഞാൻ വീട്ടിലേക്ക് പോകുകയാണ്. I'm going home. Yeah, I'm going home. That's all. I'm going to home എന്ന് പറയേണ്ട ആവശ്യമില്ല. I'm going home. Okay. Then എനിക്ക് അങ്ങനെ തോന്നില്ല. എനിക്ക് അങ്ങനെ തോന്നില്ല. എനിക്കങ്ങനെ തോന്നില്ല. എങ്ങനെയാ പറയാ? I don't think so. I don't feel so. I don't think so. Yeah, I don't think so. Yeah, I don't think so. I don't Okay. feel that way. എന്തോ കേട്ടില്ല? I don't feel that way. ക്ലിയർ ആവുന്നില്ല ആസിന. I don't feel that way. I don't feel that way. Yeah. Okay. പറയാ. നമ്മള് പക്ക ട്രാൻസ്ലേഷൻ നടത്തിയതാണ്. അതിലും പെട്ടെന്നാട്ടോ. I don't think so. അവസാനിപ്പിക്കാം. ഓക്കെ. നമുക്ക് മലയാളം എങ്ങനെയും പറയാൻ പറ്റില്ലേ? ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് ലോക്കൽ മലയാളം നമുക്ക് പറയാം, അച്ചടി ഭാഷ പറയാം, മലയാളം തന്നെ പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ? അത്രയേ ഉള്ളൂ. ഇംഗ്ലീഷ് നമുക്ക് വളരെയധികം പറയാം. ലോക്കലായിട്ടും പറയാം, അഡ്വാൻസ്ഡ് ആയിട്ടും പറയാം, സ്റ്റാൻഡേർഡ് ആയിട്ടും പറയാം, എങ്ങനെയും പറയാം. അപ്പൊ എങ്ങനെ പറയണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്ന് മാത്രം. ഓക്കെ. ദെൻ ഒരു കപ്പ് ചായ ആയാലോ? Have one cup of tea. What about a cup of tea? What about a cup of tea? ഒരു കപ്പ് ചായ ആയാലോ? What about a cup of tea? എന്ന് ചോദിക്കുന്നു. What about a cup of tea? What about a cup of tea? Maybe a Then cup of tea. എന്തോ Maybe a cup of tea എന്ന് പറയും. എങ്ങനെയാണ്? Maybe a cup of tea. മേക്കോ? ഞാൻ ടൈപ്പ് ചെയ്യാം. അത് റേഞ്ചിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. Maybe ആണ് മിസ് പറഞ്ഞത്. Maybe. മേക്ക് മീ ആണോ? മേക്ക് മീ എ കപ്പ് ഓഫ് ടീ എന്നാണോ? ഇല്ല, maybe എന്ന് പറഞ്ഞ. Maybe. മേബി ആണോ? അയ്യോ, ടൈപ്പ് ചെയ്യൂ. Then നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ എങ്ങനെയാ പറയാ? നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. Your wish. Yeah, it's your wish എന്ന് പറയാം. നിന്റെ ഇഷ്ടം. It's your wish, as you like എന്ന് പറയാം. നമുക്ക് എങ്ങനെയും പറയാം കേട്ടോ. It's up to you. It's up to you. It's up to you. It's up to you. നിന്റെ ഇഷ്ടം പോലെ. It's up to you. It's up to you. ഓക്കെ. അത് അങ്ങനെ ആയിക്കോട്ടെ. അതെങ്ങനെ ആയിക്കോട്ടെ? എങ്ങനെയാ പറയാ? അതെങ്ങനെ ആയിക്കോട്ടെ? Let it be so. Let it be so. Let be so. Let it let be so. Okay. അതങ്ങനെ ആയിക്കോട്ടെ. Let be so. മാന്യമായി പെരുമാറുക എന്നെങ്ങനെ പറയാ? മാന്യമായി പെരുമാറുക അറിയാം അല്ലെ? Behave yourself. Yeah, behave yourself. Behave yourself. ഇതൊരു പ്രശ്നമല്ല. ഇത് ഒരു പ്രശ്നമല്ല. It's not a problem. It doesn't matter. It doesn't matter. It doesn't matter. ഇത് പ്രശ്നമല്ല. It doesn't matter. ഇത് നടക്കില്ല. ഇത് പ്രശ്നമല്ല. ഓക്കെ, ഇറ്റ് ഡസന്റ് മാറ്റർ. ഇത് നടക്കില്ല എന്നെങ്ങനെയാ പറയാ? ഇത് നടക്കില്ല. It's not possible. Never happen. It doesn't work. This won't happen. No. This won't happen. This won't happen. Yeah, അങ്ങനെയും പറയാം. നടക്കില്ല. ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് പറയാം. കുഴപ്പമില്ല. മിസ് എന്താ പറഞ്ഞു? മിസ് പറഞ്ഞത് This won't work. It doesn't work. It doesn't work.
നടക്കില്ല. അത് വോക്ക് എന്ന് പറയുമ്പോൾ നടക്കില്ല, ഹാപ്പൻ എന്ന് പറയുമ്പോൾ സംഭവിക്കില്ല എന്നൊരു വേറൊരു മീനിങ്ങിനൊക്കെ പോകും കേട്ടോ. മാം മാം ബിഹേവ് യുവർ സെൽഫിന്റെ മലയാളം എന്തായിരുന്നു? മാന്യമായി പെരുമാറാം. ബിഹേവ് യുവർ സെൽഫ്. മാന്യമാണോ? ആ, മാന്യമായി മീൻസ് നല്ല രീതിയിൽ പെരുമാറുക. ഓക്കെ. ദെൻ ആലോചിച്ച് തലപുണ്ണാക്കരുതെന്ന് പറയില്ലേ? വെറുതെ ഇങ്ങനെ ആലോചിച്ച് തലപുണ്ണാക്കില്ലേ എന്ന് പറയില്ലേ? ആലോചിച്ച് തലപുണ്ണാക്കരുത്. Don't tax your brain. Don't tax your brain. Don't tax your brain. ഒരുപാട് ആലോചിച്ച് തലപുണ്ണാക്കരുത്. Don't tax your brain. അതുപോലെ ആരോഗ്യം നശിപ്പിക്കരുത് എന്നും ഈ രീതിയിലൊക്കെ പറയാം കേട്ടോ. Don't tax your health എന്ന് പറയാം. Don't tax your health. ടൈപ്പ് ചെയ്യണോ? ടൈപ്പ് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് ക്ലാസ്സിൽ. പറഞ്ഞാ മതി. നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവോ? ആർക്കെങ്കിലും നോട്ട് എഴുതാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവോ? ആലോചിച്ച് തലമുണ്ടാക്കരുത് അതിന്റെ ഇംഗ്ലീഷ് ഉപയോഗം. എന്തോ ആലോചിച്ച് തലമുണ്ടാക്കരുത് പറഞ്ഞില്ലേ? Don't tax your brain. Don't tax, T-A-X, tax your brain. Don't tax your brain. Then don't tax your health എന്നൊക്കെ പറയാം. ആരോഗ്യം നശിപ്പിക്കരുത്, ഒരുപാട് ആലോചിച്ച് തലമുണ്ടാക്കരുത് എന്നൊക്കെ പറയാം. TX ആണോ? TX. ഇത് നിങ്ങള് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടോ മലയാളത്തില്, കാരണം അങ്ങനെ ട്രാൻസ്ലേറ്റ് ഈ മീനിങ് കിട്ടിയില്ല. ഓക്കെ. ദെൻ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടാറില്ല, ടെൻഷൻ ആവാറില്ല എന്നൊക്കെ പറയും. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ ടെൻഷൻ ആവാറില്ല, അല്ലെങ്കിൽ വേവലാതിപ്പെടാറില്ല. എങ്ങനെയാ പറയാ? I'm least bothered about it. എന്തോ നിങ്ങൾ പറയുന്ന എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ, സോറി. ഒന്നും കൂടി പറയോ? Yeah, I'm least. L-E-S-S-T. I'm least bothered about it. I'm least bothered about it. I'm least bothered about it. I'm not bothered about it എന്ന് പറയാം. അപ്പൊ least എന്താണ് കുറച്ചുകൂടെ ഒരു വേർഷൻ ആണ്. I'm least bothered about it. വിശദീകരിച്ച് പറയുക. വിശദീകരിച്ച് പറയുക. Make it plain. Make it plain. Make it plain. വിശദീകരിച്ച് പറയുക. Make it plain. വിശദീകരിച്ച് പറയുക. മനസ്സിലുള്ളത് തുറന്നു പറയുക. മനസ്സിലുള്ളത് തുറന്നു പറയുക. Speak out your mind. Speak out your mind. മനസ്സിലുള്ളത് തുറന്നു പറയുക. Speak out your mind. മനസ്സിലുള്ളത് തുറന്നു പറയുക. Speak out your mind. Don't let me down. Don't let me down. എന്നെ നിരാശപ്പെടുത്തരുത്. Don't let me down. എന്നെ നിരാശപ്പെടുത്തരുത്. Don't let me down. മനസ്സിലുള്ള തുറന്നു പറഞ്ഞ സ്പീക്ക് ഔട്ട് ഇൻ ഉണ്ടോ? ഇൻ യുവർ മൈൻഡ് എന്ന് പറയും. Speak out your mind. Speak out your mind.
ഓക്കെ, അപ്പോ ജാം ബ്യൂട്ടിഫുൾ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. ജാം ബ്യൂട്ടിഫുൾ. ഈ ജാം എന്ന് പറയുന്ന വേർഡ് നമുക്ക് എങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതായത് വളരെ ബ്യൂട്ടിഫുൾ ആണ്, ആ ഒരു കൈൻഡ് ഓഫ് മീനിങ് ആണ് ജാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ജാം ബ്യൂട്ടിഫുൾ, ജാം ചൈൽഡ്, ജാം കുറച്ച് എന്താ പറയാ, ജാം ബോൾ, ഡാമിറ്റ് എന്ന് പറയോ? യാ ഡാമേജ് അതും പറയും. ഡാമേജ്, ജാം ഷോർ, എങ്ങനെ വേണമെങ്കിലും പറയാം ജാം. ഓക്കെ, ജാം ടയേർഡാണ്, ജാം ബോൾ, ഡാമേജ്. ഡാമേജ് മീൻസ് നാശം എന്ന മീനിങ്ങിലാണ്. ഓ നാശം എന്ന് പറയും നമ്മള്, അതാണ് ഡാമേജ്. ജാം ഷുവർ, അത്രയും ഷുവർ ആണ്, ജാം ഷുവർ അങ്ങനെയും പറയാം. അതിന്റെ മലയാളം എന്താ മാം? എന്തോ മലയാളം മലയാളം വളരെ എന്നൊരു മീനിങ് വരും. വളരെ നമുക്ക് വെരി പറയാം, പക്ഷെ ഡാം പറയാം. ഡാം പറയുമ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആകൂലേ? ചുമ്മാ ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയാം. ഇറ്റ്സ് ഡാം ബ്യൂട്ടിഫുൾ, അത്രയും ഒരു എക്സ്പ്രഷൻ മാറും അവിടെ. ഓക്കെ, കുറച്ചുകൂടെ നമുക്കത് നമ്മൾ വണ്ടർ അടിച്ചിട്ട് നല്ല ഭംഗിയുള്ളതൊക്കെ പറയില്ലേ, ആ രീതിയിൽ നമുക്ക് ഈ ജാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന പ്രിറ്റി. പ്രിറ്റി എന്ന് പറയുന്ന ഒരു വാക്കും കൂടെ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. പ്രിറ്റി യങ്, പ്രിറ്റി ബ്യൂട്ടിഫുൾ, ഇതൊക്കെ ആ കൈൻഡ് ഓഫ് മീനിങ് തന്നെയാണ്, വളരെ എന്നൊരു മീനിങ് തന്നെയാണ് കേട്ടോ. then rather നമുക്ക് യൂസ് ചെയ്യാം. അതെല്ലാം സെയിം മീനിങ് തന്നെയാണ്. പ്രിറ്റി യൂസ് ചെയ്യാം, അതുപോലെ തന്നെയാണ് rather യൂസ് ചെയ്യാം. അപ്പോ rather tired, rather busy എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ pretty expensive, pretty beautiful, pretty young, സെയിം മീനിങ് ആണ്. അതുപോലെ വേറൊരു മീനിങ് പറയുകയാണെങ്കിൽ ഈ പറയുന്ന സംവാട്ട് പറയാൻ പറ്റും. സംവാട്ട്സിന്റെ മീനിങ് ഏറെക്കുറെ എന്ന് വരും. ഏറെക്കുറെ, അത് ഏറെക്കുറെ നല്ലതാണ്, ഏറെക്കുറെ ബ്യൂട്ടിഫുൾ ആണ്, ഏറെക്കുറെ സീരിയസ് ആണ്, ഏറെക്കുറെ ഈസി ആണ് എന്നൊക്കെ പറയില്ലേ. സംവാട്ട് ഗുഡ്, സംവാട്ട് ചൈൽഡ്, സംവാട്ട് ഈസി, സംവാട്ട് ബ്യൂട്ടിഫുൾ. ഇതെല്ലാം ഏകദേശം ഒരു സെയിം മീനിങ് ആണെങ്കിലും നമ്മുടെ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാലോ ഏതാണെങ്കിലും. കാണുമ്പോൾ ബ്യൂട്ടിഫുൾ, ഷീസ് ഡാം ബ്യൂട്ടിഫുൾ എന്ന് പറയാം. ഷീസ് പ്രിറ്റി യങ്. പ്രിറ്റി എന്ന് പറയുമ്പോൾ ക്യൂട്ട്നെസ്സോ കൈൻഡ് ഓഫ് മീനിങ് വരും. Then rather, she's rather tired എന്ന് പറയാം. എങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാം. ഇനിയിപ്പോ ജാമിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയും പറയാം. നാശം എന്ന് പറഞ്ഞു, ജാമിറ്റ് പറഞ്ഞു അല്ലെ, നാശം ജാമിറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഞാൻ ആകെ തകർന്നു പോയി എന്ന് പറയുമ്പോൾ I'm jammed എന്ന് പറയാം. I'm jammed, ഞാൻ ആകെ തകർന്നു പോയി, I'm jammed. ഇനി എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എന്നെങ്ങനെയാ പറയാം? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. I know what to do. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. I can look after myself. 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 എനിക്ക് എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. I can look after myself എന്ന് പറയാം. നേരം വൈകിയതിന് ക്ഷമിക്കുക എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ, സോറി എന്ന് പറയുന്നത്. കുറച്ച് ലേറ്റ് ആയിപ്പോയി, എങ്ങനെ പറയാത്? Sorry for being late. Sorry for being late. Sorry for being late. ഞാൻ ആകെ ചമ്മിപ്പോയി എന്നെങ്ങനെയാ പറയാം? ഞാൻ ആകെ ചമ്മിപ്പോയി.
I lost my face. I lost my face. ഞാൻ ആകെ ചമ്മിപ്പോയി. I lost my face. ഫേസ് എന്നാണോ മാം? Face. മുഖം. I lost my face. ഞാൻ ആകെ ചമ്മിപ്പോയി. I lost my face. എനിക്കിതിൽ ഒന്നും ചെയ്യാനില്ല. എനിക്ക് ഇതിൽ ഒന്നും ചെയ്യാനില്ല. I have nothing to do with it. I have nothing to do with it. I have nothing to do with it. എനിക്കിതിൽ ഒന്നും ചെയ്യാനില്ല. I have nothing to do with it. എനിക്കിതിൽ ഒന്നും ചെയ്യാനില്ല. Nothing to do with it. അമിത ആഗ്രഹം പാടില്ല. Don't be over ambitious. Don't be over ambitious. അമിത ആഗ്രഹം പാടില്ല. Don't be over ambitious. Don't be over ambitious. അമിത ആഗ്രഹം പാടില്ല. Then നമുക്ക് ഇന്ന് തന്നെ ചെയ്തേക്കാം. Let's make it today. Let's make it today. നമുക്ക് ഇന്ന് തന്നെ ചെയ്തേക്കാം. Let's make it today. Let's make it today. ഇത് കേട്ടിട്ട് ഒരു ബുദ്ധിപരമായ തീരുമാനമാണെന്ന് തോന്നുന്നില്ല. ഇത് കേട്ടിട്ട് അത്ര നല്ല തീരുമാനമാണെന്ന് തോന്നുന്നില്ല എന്ന് പറയാം നമ്മള്. ഇത് കേട്ടിട്ട് ഒരു ബുദ്ധിപരമായ തീരുമാനമാണെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പറയാം കേട്ടോ. It doesn't sound sensible. It doesn't sound sensible. It doesn't sound sensible. ഇത് കേട്ടിട്ട് ബുദ്ധിപരമായ തീരുമാനമാണെന്ന് തോന്നുന്നില്ല. It doesn't sound sensible. ഒന്നുകൂടി പറഞ്ഞ it doesn't sound. It doesn't sound sensible. എനിക്കിത് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. I can't express it in words. I can't express it in words. എനിക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. I can't express it in words. I can't express. I can't express it in words. I can't express it in words. യാതൊരു വിവരവുമില്ല. No information at all. No information at all. യാതൊരു വിവരവുമില്ല. No information at all. ഇപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. We can't confirm it right now. We can't confirm it right now. We can't confirm it right now. ഇപ്പോൾ തന്നെ നമുക്കത് ഉറപ്പിക്കാൻ കഴിയില്ല. We can't confirm it right now. Can I expect it today? 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 എനിക്കിത് ഇന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? എനിക്കിത് ഇന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? Can I expect it today?
നമുക്കത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നമ്മളിത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. വി ഹാവ് ടു ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. We have to discuss it in detail. We have to discuss it in detail. We have to discuss it in detail. നമുക്കിത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. Anyway, you are right. Anyway, you are right. ഒരു തരത്തിൽ നീ പറയുന്നത് ശരിയാണ്. Anyway, you are right. ഒരു തരത്തിൽ നീ പറയുന്നത് ശരിയാണ്. Anyway, you are right. വരുന്നത് വരട്ടെ, നമുക്ക് പോകാം. Come what may, let's go. മിസ്സേ ഒന്നുകൂടെ പറയോ? Come what may, let's go. Next year. Come what may, let's go. വരുന്നത് വരട്ടെ, നമുക്ക് പോകാം. ക്ഷമിക്കണം, ഇത് മനഃപൂർവ്വമായിരുന്നില്ല. Sorry, it was not deliberate. Sorry, it was not deliberate. ക്ഷമിക്കണം, ഇത് മനഃപൂർവ്വമായിരുന്നില്ല. ഒന്നുകൂടെ പറയോ? ടെക്സ്റ്റ് ചെയ്തിട്ടില്ലേ? Sorry, it was not deliberate. Be practical, be sensible, be responsible, be optimistic. Be reasonable. Reasonable. Be optimistic. Be confident. Be practical. എന്താണ്? പ്രാവർത്തികമായി ചിന്തിക്കുക. Be sensible. വിവേകത്തോടു കൂടി ചിന്തിക്കുക. Be reasonable. ന്യായപരമായി ചിന്തിക്കുക. Be optimistic. ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളായിരിക്കുക. Be optimistic. Be confident. ആത്മവിശ്വാസമുള്ള ഒരാളായിരിക്കുക. Then don't be greedy. ആർത്തി പാടില്ല. Don't be greedy. ആർത്തി പാടില്ല. കാര്യങ്ങൾ എപ്പോഴും എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുക. പ്ലീസ് കീപ് മീ ഇൻഫോംഡ്. പ്ലീസ് കീപ് മീ ഇൻഫോംഡ്. Don't interfere in my personal matters. വ്യക്തിപരമായ കാര്യങ്ങളിൽ തലയിടരുത്.
Don't interfere in my personal matters. മാം ഇത് എക്സാമിന് വരും. എന്തോ? എക്സാമിന് വരുമോ? അയ്യോ, ഒന്നും എക്സാമിനേ ഇല്ല. അത് ഞാൻ ജസ്റ്റ് തരുന്നതല്ലേ. നമ്മൾ സബ്ജക്ട് കംപ്ലീറ്റ് ആയപ്പോ കുറച്ച് ഡെയിലീസ് നമുക്ക് ഓക്കെ ഇംഗ്ലീഷ് ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം. Okay, the next one, don't lose your heart. മനസ്സ് വിഷമിക്കരുത്. Don't lose your heart. മനസ്സ് വിഷമിക്കരുത്. Yeah. സ്നേഹ ഇതിന് പറയുന്നുണ്ടോ? No. അല്ല, ഹാൻഡ് റൈസ് ചെയ്തു, അതുകൊണ്ട് ചോദിച്ചാണ്. അല്ല അത് എന്നോട് പ്രസ്. ഓക്കെ, അപ്പോ don't lose your heart. മനസ്സ് വിഷമിക്കരുത്. Not up to my expectation. Not up to my expectation. എന്റെ പ്രതീക്ഷയ്ക്കത് ആയില്ല. Not up to my expectation. Don't exaggerate. Don't feel bad about me. Don't exaggerate. പെരുപ്പിച്ച് പറയരുത്. Don't feel bad about me. എന്നോട് അങ്ങനെ മോശമായിട്ട് അങ്ങനെ തോന്നരുത്. ഓക്കെ, ഇത്രയും സെന്റൻസ് ഒന്ന് വായിച്ചല്ലാതെ. അത്യാവശ്യം കുറച്ച് സെന്റൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വായിച്ചേ. പറയുന്ന പോലെ കറക്റ്റ് പ്രൊണൗൺസിയേഷനിൽ തന്നെ വായിക്കുക. ഒരു മോഡുലേഷൻ, പ്രൊണൗൺസിയേഷൻ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ അത് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ വായിക്കാം. ഓക്കെ, ഫസ്റ്റ് ആരാണ്? വായിക്കൂ. What's the matter? എന്താണ് കാര്യം? What's the matter? എന്താണ് കാര്യം? എനിക്കറിയില്ല. I don't know. ടെസ്സി, മലയാളം പറയണമെന്നില്ല കേട്ടോ, ഇംഗ്ലീഷ് മാത്രം വായിച്ചാൽ മതി. Okay, ma'am. I don't know. I have to go. That's right. What can I do for you? Forget. We went together. I was talking to my friends. That's unbelievable. I was wounded. I was flabbergasted. I have to meet a friend on the way. Respect your elders. I went where yesterday. I am going home. I don't think so. What about a cup of tea? Let it be so. It doesn't matter. It doesn't work. I am not bothered about it. Make it plain. Speak out your mind. Don't let me down. ഇനിയൊന്ന് വേറെ ആരെങ്കിലും റീഡ് ചെയ്തോളൂ. കറക്റ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. Don't let me down. എന്തോ കേട്ടില്ല. Don't let me down കഴിഞ്ഞിട്ടേ പിന്നീടുള്ളത് ഞാൻ കറക്റ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്കും കറക്റ്റ് ഓർഡർ അറിയില്ല കേട്ടോ. നെക്സ്റ്റ് ആയില്ല വായിക്കും എന്നാല്. Damn and beautiful. It's damn pretty rather. Somewhat good. I am damaged. I can look myself. Sorry for being late. I lost my face. I have nothing to do it. Don't be overambitious. Let's make it today. It doesn't sound sensible.
I can't express it in voice. No information at all. We can't confirm it right now. Can I expect it today? We have to discuss in detail today. Anyway, you are right. Be practical, be sensible, be reasonable, be optimistic. Don't be greedy. Please keep me informed. Don't interfere in my personal matter. Don't lose your heart. Not up to my expectation. Don't feel bad about me. Thank you. Okay, lovely. Then next. Who's next? ഞാൻ വായിക്കാമോ? Okay. What's the matter? I don't know. Let's go. I have to go. That's right. What can I do for you? Forget it. We went together. I was talking to my friend. I can't believe it or unbelievable. I wondered or I was flabbergasted. I have to meet a friend on the way. Respect your elders. I went there yesterday. I'm going home. I don't think so. What about a cup of tea? It's your wish. Let it be so. Behave yourself. It doesn't matter. It doesn't work. Don't tax your brain. Don't tax your brain. I'm least bothered about it. Make it plain. Speak out in your mind. Don't let me down. Damn sure, damn tired, damn beautiful. Pretty beautiful, rather beautiful, somewhat good. I'm done. I can't look at myself. Sorry for being late. I lost my face. I have nothing to do with it. Don't be over ambitious. Let's make it today. It doesn't sound sensible. I can't express it in my words. No information at all. We can't inform it right now. Can I expect it today? We have to discuss it in detail. Anyway, you are right. Comes what's made, let's go. Sorry, it was not deliberate. Be practical, be sensible, be reasonable, be optimistic. Don't be greedy. Please keep me informed. Don't interfere in my personal matters. Don't lose your heart. Don't lose your heart. Not up to my expectation. Don't exaggerate. Don't feel bad about me. Okay, Sachina. Then next ആരാ വായിക്കുന്നത്? വായിക്കൂ കേട്ടോ, ടൈം ഇല്ല, വേഗം വായിക്കും. ആരില്ലല്ലോ. ഓക്കെ, ഒരു കാര്യം ചെയ്യുന്നാല് നമുക്ക് സൈൻ ഔട്ട് പറയാം കേട്ടോ. ടൈമായി സൈൻ ഔട്ട് പറയാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. കുറച്ചുകൂടി ഉണ്ട്, നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് പറയൂ. Sign out. Thank you, Ashwini ma'am, for today's class. The class was very informative and interesting. The words and the explanations you used were very full and clear, which helped us understand a lot. We are very grateful for your guidance. Thank you so much. Thank you, ma'am. Thank you. Okay. Yeah. Thank you. Okay. Thank you all. See you next class. Okay. Yeah. Thank you, ma'am. Thank you. Thank you, ma'am.